ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ആസ്ട്ര. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് ഒക്കെയാണ് നോക്കിയത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇന്ന് തൊട്ട് നോക്കാൻ പോകുന്നതാണ് എന്താണ് ആക്ടിവിറ്റി റേഷ്യോസ്. സ്റ്റാർട്ട് ചെയ്താലോ? ആക്ടിവിറ്റി റേഷ്യോസ് ആണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. ഇനി ആദ്യമേ ഡൗട്ട്, ആക്ടിവിറ്റി റേഷ്യോ എന്താണ്, എന്തിനാണെന്നൊക്കെ അല്ലേ ഡൗട്ട്. ഒരു കമ്പനി എത്രത്തോളം എഫിഷ്യൻ്റ് ആയിട്ട് അതിന് ഉള്ള റിസോഴ്സ്, അസറ്റ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കമ്പനിക്ക് റവന്യൂ ഇല്ലേ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, ആ ഒരു എഫിഷ്യൻസി ഡിറ്റർമൈൻ ചെയ്യുന്ന റേഷ്യോ ആണ് ആക്ടിവിറ്റി റേഷ്യോ. അത്രേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതിൻ്റെ തിയറി വെച്ച് കഴിഞ്ഞാൽ ആക്ടിവിറ്റി റേഷ്യോ, ഓൾസോ നോൺ ആസ് എഫിഷ്യൻസി റേഷ്യോ ഓർ ടേൺ ഓവർ റേഷ്യോ, ആർ ക്രൂഷ്യൽ സെറ്റ് ഓഫ് ഫിനാൻഷ്യൽ മെട്രിക്സ് used to evaluate how efficiently a company manages its assets and resources to generate sales and revenue. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അല്ലേ, കമ്പനിയുടെ അസറ്റ്സും കാര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എന്താണ് കമ്പനിക്ക് എത്രത്തോളം നല്ലതായിട്ട് റവന്യൂ, സെയിൽസ് ആൻഡ് റവന്യൂ രണ്ടും തന്നെയാണ്, സെയിൽസ് ആൻഡ് റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഈ ആക്ടിവിറ്റി റേഷ്യോ എന്നുള്ളത്. They essentially measure the speed at which various assets are converted into sales. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഇൻവെൻട്രീസ് ഇല്ലേ, ഇൻവെൻട്രീസ് കമ്പനി നമ്മുടെ അസറ്റ് ആണല്ലോ, അത് മേടിച്ച് കയ്യിരുന്നിട്ട് കാര്യമില്ല അല്ലേ. എന്ത് ചെയ്യണം, നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് ക്യാഷ് എത്രയും പെട്ടെന്ന് ആക്കണം. ആ ഒരു എഫിഷ്യൻസിയും കൂടെ നമ്മൾ നോക്കുന്നുണ്ട് ഇതിനകത്ത്. അതാണ് നമ്മുടെ അസറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് കൺവേർട്ട് ചെയ്ത് നമ്മുടെ റവന്യൂ ആക്കുക. റവന്യൂ എങ്ങനെ ആക്കുന്നത്? സെയിൽ നടത്തിയാലേ റവന്യൂ ആകത്തുള്ളൂ. അപ്പം ആ ഒരു ഇതാണ് നമ്മൾ ആക്ടിവിറ്റി റേഷ്യോയിൽ നോക്കുന്നത്, കമ്പയർ ചെയ്യുന്നതും കണ്ടുപിടിക്കുന്നതൊക്കെ. ഇനി ഈ ആക്ടിവിറ്റി ബാക്കി റേഷ്യോസിനെ പോലെ അവൻ്റെ പേഴ്സൻറ്റേജ് മറ്റേന്നൊക്കെ നമ്മൾ തന്നെ പേഴ്സൻറ്റേജ് എന്നൊക്കെ പറഞ്ഞല്ലേ, ആക്ടിവിറ്റി റേഷ്യോയിൽ വരുമ്പം നമുക്ക് കിട്ടുന്ന റിസൾട്ട്സ് ഇത്രയും ടൈംസ് ആണ്, ഇത്രയും ടൈംസ് ടേൺ ഓവർ നടത്തി, ഇത്രയും ടൈംസ് സെയിൽസ് നടത്തി, അങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്ക് ഇച്ചിരി നല്ലതായിട്ട് മനസ്സിലാവും. അപ്പം അതിന് മുന്നേ ഒരു തിയറി സെക്ഷൻ പോലെയാണ് ഹൗ ലൈക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ആക്ടിവിറ്റി റേഷ്യോ എന്താണ്, ഏതൊക്കെ രീതിയിൽ ഇമ്പോർട്ടൻറ്റ്, ഓപ്പറേഷണൽ രീതിയിൽ, അസറ്റ് യൂട്ടിലൈസേഷൻ രീതിയിൽ, റിസോഴ്സ് മാനേജ്മെൻറ്റ് രീതിയിൽ. അപ്പം ഓപ്പറേഷണൽ രീതിയിലാണെങ്കിൽ എന്താണ്, ആക്ടിവിറ്റി റേഷ്യോ പ്രൊവൈഡ്സ് ഇൻസൈറ്റ് ഇൻ ടു ഹൗ വെൽ എ കമ്പനി മാനേജസ് ഡേ ടു ഡേ ഓപ്പറേഷൻസ് ആർ ബീൻ മാനേജ് എന്ന് പറഞ്ഞു. ദി ഹൈലൈറ്റ് വെദർ എ കമ്പനി ഈസ് എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസിങ് ഇസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ഇൻവെൻട്രി, അക്കൗണ്ട് റിസീവബിൾ, ഫിക്സഡ് അസറ്റ്സ്. അത്രേ ഉള്ളൂ. നമ്മൾ ഡേ ടു ഡേ കാര്യങ്ങൾ ഓപ്പറേഷണൽ എഫിഷ്യൻസി എങ്ങനെ റൺ ചെയ്യുന്നുണ്ട് എന്ന് നോക്കാനും എന്ത് സഹായിക്കും, ആക്ടിവിറ്റി റേഷ്യോ സഹായിക്കും. അതേപോലെ അസറ്റ് യൂട്ടിലൈസേഷൻ, ദിസ് റേഷ്യോസ് സ്പെഷ്യലി ഫോക്കസ് ഓൺ ഹൗ എഫിഷ്യൻ്റ്ലി എ കമ്പനി എംപ്ലോയ്സ് ഇറ്റ്സ് ക്യാപിറ്റൽ and asset to generate sales. A higher activity ratio generally indicates strong operational ഇത്. അപ്പം നമ്മുടെ എത്രത്തോളം ടൈമറിൽ ആക്ടിവിറ്റി റേഷ്യോ ഏറ്റവും കൂടുന്നത് അത്രയും നല്ലതാണ്, കാണിക്കുന്നുണ്ട് കമ്പനി അത്ര എഫിഷ്യൻ്റ് ആയിട്ട് കമ്പനിയിലുള്ള റിസോഴ്സ് ഉപയോഗിക്കുന്നുണ്ട് ക്യാഷ് ആക്കി മാറ്റാൻ വേണ്ടി അല്ലേ. റിസോഴ്സ് മാനേജ്മെൻറ്റ്, they help assess the effectiveness of companies management in areas like inventory control, credit policy and deployment of long term assets. നമ്മളെങ്ങനെ നമ്മുടെ അസറ്റ്സ്, നമ്മുടെ ഇൻവെൻട്രി മാനേജ് ചെയ്ത് സെയിൽസ് നടത്തുന്നു, നമ്മുടെ ക്രെഡിറ്റ് പോളിസീസ് എങ്ങനെയാണ്, നമ്മൾ പൈസ കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തെടുക്കുന്നുണ്ടോ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ്, നമ്മൾ സെയിൽ നടത്തി ഡെപ്റ്റേഴ്സായിട്ട് നമ്മൾ നടത്തി, സൺട്രി ഡെപ്റ്റേഴ്സ് ആക്കിയവരെ, അവരെയും നമ്മൾ പൈസ കളക്ട് ചെയ്യുന്ന സാധനം അല്ലേ, പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്യണ്ടേ, ഇല്ലെങ്കിൽ നമുക്ക് ബാഡ് ഡെപ്റ്റ്സ് ആയിപ്പോവും, നമ്മൾ പഠിച്ചിട്ടുള്ള ഫണ്ട് തൊട്ട് ബാഡ് ഡെപ്റ്റ്സ് ആയിപ്പോവും. അതേപോലെ നമ്മുടെ സപ്ലൈസുമായിട്ടുള്ള ഇത്, സപ്ലൈസിന് എന്താ, അവർക്ക് നമ്മൾ ഒരു മീഡിയം റേഞ്ച് വരെ നമ്മളൊന്ന് ക്യാഷ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ ആ ക്രെഡിറ്റ് പോളിസിക്കുള്ളിൽ നമ്മൾ കൊടുത്തില്ലെങ്കിൽ അവരും തമ്മിലുള്ള റിലേഷൻ ഭയങ്കരമായിട്ട് എന്താണ് അഫക്റ്റ് ചെയ്യും. പിന്നെ അവർ ചിലപ്പോൾ നമുക്ക് ക്രെഡിറ്റ് തരാതിരിക്കും, തരുന്ന ഗുഡ് ഡിഫക്റ്റീവ് ആകാം. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് കൂടെ നോക്കണം. അതാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് ഇമ്പോർട്ടൻസ്. ഇനി ആക്ടിവിറ്റി റേഷ്യോയിൽ ആദ്യത്തെ റേഷ്യോ നമുക്ക് പഠിക്കാനുള്ളതിൻ്റെ പേരാണ് എന്താണ്, അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ അല്ലേ. അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ആണ് നമുക്ക് ആദ്യത്തെ റേഷ്യോയിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് നോക്കിയാലോ, ഇതിൽ പറയുന്നത് എന്താണ്, ഇറ്റ് മെഷേഴ്സ് ഹൗ എഫിഷ്യൻ്റ്ലി എ കമ്പനി കളക്ട്സ് പേയ്മെൻറ്റ്സ് ഫ്രം its credit customers. A higher ratio indicates effective credit and collection policy and a faster conversion of credit sales into cash. And എങ്ങനെയാണ്, ലോവർ റേഷ്യോ സജസ്റ്റ് ദാറ്റ് lenient credit terms or difficult in collecting debts. എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, ഇതിൽ അക്കൗണ്ട് റിസീവബിൾ ടേൺ ആ പേര് തന്നെ ഉണ്ട്, നമ്മൾ സെയിൽ നടത്തി അക്കൗണ്ട് റിസീവബിൾ ആയിട്ട് നടത്തിയിരിക്കുന്നത്. അപ്പം ഇനി എന്താണെന്ന് വെച്ചാൽ കൊടുത്ത പൈസ എന്ന് വെച്ചാൽ കൊടുത്ത ഗുഡ്സിനുള്ള പൈസ തിരിച്ചു മേടിക്കണ്ടേ, അവർ ഡെപ്റ്റേഴ്സാണ്. അപ്പോൾ അവരിൽ നിന്ന് അക്കൗണ്ട് റിസീവബിൾ ആണ്, അവർ AR ആണ്. അപ്പോൾ ARൽ നിന്ന് നമ്മൾ പൈസ കളക്ട് ചെയ്യണം.
ഈ പൈസ കളക്ട് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു, ഏറ്റവും നല്ലതായിട്ട് മാനേജ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒരു കമ്പനി ഈ ഒരു റേഷ്യോ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. എത്ര സമയം എടുത്താന്ന് വരെ അറിയാൻ പറ്റും. ഓരോ നമ്മൾ സെയിൽ നടത്തി കഴിഞ്ഞാൽ എത്ര ദിവസങ്ങളിലാണ് നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് നടക്കുന്നത്, സെക്കൻഡ് പേയ്മെൻറ്റ് നടക്കുന്നത്, തേർഡ് പേയ്മെൻറ്റ്, ഫുൾ പേയ്മെൻറ്റ് കിട്ടുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ റേഷ്യോയുടെ ഫോർമുലയാണ് എന്താണ്? അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ ഈസ് ഈക്വൽ ടു നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ അല്ലേ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ എന്നാണ് ഇതിൻ്റെ ഇത്. ഈ റേഷ്യോ ഏറ്റവും കൂടുന്നതാണ് നല്ലതെന്ന് പറയുന്നത്. വെച്ചാൽ നമ്മൾ സെയിൽ നടത്തി പറഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് റിസീവബിൾ കിട്ടുന്നുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇതൊരു എപ്പോഴും ഒരു മീഡിയമായിട്ടിരിക്കും നല്ലത്. മേളിലോട്ട് പോകുന്നതാണ് നല്ലത്. താഴോട്ട് വന്നാൽ കുഴപ്പം എന്താണെന്നറിയോ? നമുക്ക് ചിലപ്പോൾ ബാഡ് ഡെപ്സ് ആവാൻ ചാൻസ് ഭയങ്കര കൂടുതൽ. ഈ റേഷ്യോ ബാഡ് ഡെപ്സ് ആവാൻ ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു ഓക്കെ ഇതൊന്ന് റബ്ബ് ഓഫ് ചെയ്യുകയാണേ. ഇത് ആക്ച്വലി 365, ചിലപ്പോൾ ക്വസ്റ്റ്യനകത്ത് 360 എന്ന് പറയാം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ പൊതുവേ 365 തന്നെ എടുക്കുന്നത്. ഓക്കെ, 365 എടുത്തിട്ട് A ഡിവൈഡ് ബൈ ARTR എന്നാണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഡേ സെയിൽസ് ഇൻ റിസീവബിൾ. നമുക്ക് എത്ര, അല്ലെങ്കിൽ ആവറേജ് കളക്ഷൻ പീരീഡ് എന്ന് പറയും. നമ്മൾ സെയിൽ നടത്തിയിട്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സെയിൽ നടത്തിയിട്ട് എത്ര നേരം എടുത്തിട്ടാണ് നമുക്ക് ഈ പൈസ തിരിച്ച് കിട്ടുന്നത് അല്ലേ? ഇപ്പം ഒരു വർഷത്തിൽ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വർഷത്തിൽ ഒരു വർഷം എടുക്കും. നമ്മൾ 1 ഇയറാണ് അക്കൗണ്ട് ചെയ്യുന്നത്. അപ്പോൾ 1 ഇയറിൽ എത്ര ടൈംസ് എടുത്ത് എത്ര ദിവസം എടുത്തിട്ടാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഓരോരോ. അപ്പം ഇത് 360 ഡിവൈഡ് ബൈ ARTR എന്ന് വെച്ചാൽ ARTR എന്താണ്? അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കൊരു 2-3 ക്വസ്റ്റ്യനൊക്കെ ചെയ്ത് നോക്കാം. അപ്പോൾ ഇച്ചിരി ക്ലാരിറ്റി വരും. സ്റ്റാർട്ട് ചെയ്താലോ? ഈ ഒരു കേസിൽ എന്താണ്? ഒന്ന് വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ തന്നെ ഒന്ന് ആൻസർ പെട്ടെന്ന് ചെയ്യാൻ നോക്കിയേ. അല്ലെങ്കിൽ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത് നോക്കാം. എ കമ്പനി റെക്കോർഡ്സ് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എത്രയാണ്? 750,000 അല്ലേ ഫോർ ദ ഇയർ. ഇറ്റ് അക്കൗണ്ട് റിസീവബിൾ അറ്റ് ബിഗിനിങ് ഓഫ് ദ ഇയർ ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ വാസ് 80,000. കാൽക്കുലേറ്റ് അക്കൗണ്ട് റിസീവബിൾ ARTR കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി തൊട്ട് നമ്മൾ ഇനി അക്കൗണ്ട് റിസീവബിൾ ആദ്യത്തെ അല്ലേ, അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞു. ഫോർമുല എന്തായിരുന്നു? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്. എപ്പോഴും ഫോർമുല എഴുതി വെച്ചോ. നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ എന്താണ്? ആവറേജ് അക്കൗണ്ട് റിസീവബിൾ അല്ലേ, ആവറേജ് അക്കൗണ്ട് റിസീവബിൾ. അപ്പോൾ ഈ കേസിൽ എന്താണ്? ഇപ്പോൾ ഫോർമുല എഴുതി. നമുക്ക് ഡേറ്റാസൊക്കെ ഡയറക്റ്റ് തന്നിട്ടുണ്ടല്ലേ. നോക്കട്ടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് എഴുതി വെക്കാതെ. നമുക്ക് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് തന്നിട്ടുണ്ട്. എത്രയാണ്? 750,000 തന്നിട്ടുണ്ട്. ഇനി ബിഗിനിങ്ങിലേയും തന്നിട്ടുണ്ട്, എൻഡിങ്ങിലേയും തന്നിട്ടുണ്ട്. അപ്പോൾ പൊതുവേ നമ്മൾ ഇടയ്ക്ക് ഇതിനകത്തല്ല ബാക്കിയുള്ളതിനകത്തൊക്കെ ചെയ്യുമ്പോൾ ബാക്കിയുള്ള വേറെ സെക്ഷൻസിലൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് ക്ലോസിംഗ് ബാലൻസ് എടുക്കണം. FS ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ക്ലോസിംഗ് ബാലൻസ് എടുക്കണം എന്ന് പറയും. പക്ഷേ റേഷ്യോസ് എടുക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവറേജ്, ഇപ്പോൾ ഫോർമുലയ്ക്കകത്തുണ്ട് ആവറേജ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറഞ്ഞ ഫോർമുലയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിൻ്റെ ആവറേജ് കണ്ടെത്തണം അല്ലേ. ആവറേജ് എങ്ങനെ കണ്ടെത്തുന്ന 7, ഇപ്പോൾ ആദ്യത്തെ ഓപ്പണിംഗ് ആയ ഇത് പ്ലസ് ക്ലോസിംഗ് ആയ 80,000. ഓപ്പണിംഗ് ആയ അക്കൗണ്ട് റിസീവബിളും ക്ലോസിംഗ് ആയ അക്കൗണ്ട് റിസീവബിളും കൂടെ എടുത്തിട്ട് ഡിവൈഡ് ബൈ 2. നമ്പർ ഓഫ് ഐറ്റംസ് അല്ലേ. ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കുന്ന അറിയത്തില്ലേ? ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ്. ഇപ്പോൾ ഇവിടെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു 3 വന്നേനെ. അപ്പോൾ ഡിവൈഡ് ബൈ ഇത് എത്ര വരും? 150 ഡിവൈഡ് ബൈ 2 അല്ലേ, 75 വരത്തില്ലേ? 75,000. ഇത് 3 ക്യാൻസലായി പോവാം. 75 1. അപ്പം ആൻസർ ബാക്കി ഇതിൽ 10 വരും. 10 ടൈംസ്. അപ്പോൾ എന്താണ് കാണിക്കുന്നത്? നമ്മുടെ ഇതെന്താണ്? 10 ടൈംസ് ആണ് നമ്മുടെ ക്രെഡിറ്റ് സെയിൽസ് നടക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ക്രെഡിറ്റ് സെയിൽസ് നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇത്രയും ഇതുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ 10 ടൈംസ് അത് കണ്ടുപിടിച്ചു. ഇനി മുന്നോട്ട് പോകുമ്പോഴോ അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. എ കമ്പനി ഹാഡ് ടോട്ടൽ സെയിൽസ് ഓഫ് 1.2 million ഫോർ ദ ഇയർ. ഔട്ട് ഓഫ് ദിസ് 20% വർ ക്യാഷ് സെയിൽസ്. അപ്പോൾ ഇതിലെ സെയിൽസ് നടന്നിട്ടുണ്ട്. ഇതൊക്കെ ഇച്ചിരി ശ്രദ്ധിക്കേണ്ട ക്വസ്റ്റ്യൻസ്, കാരണം എത്ര നമ്മൾ പഠിച്ചതെന്ന് ചിലപ്പോൾ തെറ്റിച്ചു പോകുന്നൊരു ക്വസ്റ്റ്യൻസുകളിലൊന്നാണ് കേട്ടോ. ഔട്ട് ഓഫ് ദിസ് 20% വർ ക്യാഷ് സെയിൽസ്. കസ്റ്റമേഴ്സ് റിട്ടേൺ ഗുഡ്സ് വർത്ത് 50,000. all from credit sales. Account receivable balance at beginning and end of the period were given. തന്നിട്ടുണ്ട്.
കാൽക്കുലേറ്റ് ARTR അല്ലേ. നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, ഫോർമുല എഴുതി വെക്കണം. ARTR ഫോർമുല എന്താണ്? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ അല്ലേ. ഈ കേസിൽ ശ്രദ്ധിച്ച് ചോദിക്കണം, ഈ കേസിൽ നമുക്ക് നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡയറക്റ്റ് തന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ടോട്ടൽ സെയിൽസ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 1.2 മില്യൺ അല്ലേ. ഇനി ഈ 1.2 മില്യനകത്ത് നിന്ന് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഔട്ട് ഓഫ് ദിസ് 20% വേർ ക്യാഷ് സെയിൽസ്. അപ്പോൾ ഇതിൽ 20% ക്യാഷ് സെയിൽസ് ഉള്ളൂ. അപ്പോൾ ബാക്കി 80% എന്താണ്? ക്രെഡിറ്റ് സെയിൽസ് ആണ്. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് എത്രയാണ്? 80% അല്ലേ. അപ്പോൾ ഈ 1.2 മില്യൺ ഇൻറ്റു 0.8 ചെയ്താൽ മതി. ഇല്ലെങ്കിൽ 80% കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1.28 ഇൻറ്റു 960 അല്ലേ, 960,000 ഇൻറ്റു 0.8. അതെ, 960,000, 960K. ഇതാണ് നമുക്ക് കിട്ടുന്ന എന്താണ്? ക്രെഡിറ്റ് സെയിൽസ്. ഡയറക്റ്റ് നമ്മൾ ക്രെഡിറ്റ് സെയിൽസ് കണ്ടുപിടിച്ചു. ഓക്കെ, ക്രെഡിറ്റ് സെയിൽസ് കഴിഞ്ഞ് ഇനി ഇത് ഇപ്പോഴത്തെ ഇടല്ലേ കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമേഴ്സ് റിട്ടേൺ ഗുഡ്സ് വർത്ത് 50,000 ഓൾ ഫ്രം ക്രെഡിറ്റ് സെയിൽസ്. ഇതുകൊണ്ടാണ് ഞാൻ നേരത്തെ ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഇന്നത് വായിച്ചപ്പോഴത്തേക്കും ഞാൻ വിട്ടപ്പോഴത്തേക്കും നമ്മൾ എന്താ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഓൾ ഫ്രം ക്രെഡിറ്റ് സെയിൽസ്. അപ്പോൾ ഇത് ഒരു റിട്ടേൺ ആണ് നമുക്ക് വന്നത്. നമ്മൾ എന്താ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എടുക്കത്തുള്ളൂ. അപ്പോൾ ക്രെഡിറ്റ് സെയിൽസ് ചെയ്തു, അതേ നമുക്ക് എന്ത് ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിഫക്റ്റീവ് ഗുഡ്സ് ആയിട്ടോ അവർ തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് കുറയ്ക്കാവുള്ളൂ? ക്രെഡിറ്റ് സെയിൽസിനെ കുറയ്ക്കാവുള്ളൂ. എത്ര കുറയ്ക്കേണ്ടത്? ഇപ്പം ഇവിടെ 960 ഉണ്ട്. 960ൻ്റെ പകരം ഇനി എത്ര കുറയ്ക്കേണ്ടത്? നമുക്ക് എത്ര റിട്ടേൺ കിട്ടിയ? 50 റിട്ടേൺ കിട്ടി അല്ലേ. 50 റിട്ടേൺ കിട്ടി. എത്ര ബാക്കി വരും? 9, 10. 9, 10 അല്ലേ ബാക്കി വരുന്നത്. 9, 10 തിരിച്ച് ബാക്കി വന്നു. ഓക്കെ, 9, 10 ബാക്കി വന്നു. അപ്പോൾ നമുക്കിനി ഇതിനകത്ത് ARTR റേഷ്യോ കണ്ടുപിടിക്കാൻ പറ്റത്തില്ലേ? നേരെ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എടുത്തിട്ടു. താഴെ ആവറേജ് എത്ര വരുന്നത്? ആവറേജ് ഓപ്പണിങ് 90യും താഴെ എത്രയാണ്? ക്ലോസിങ് 1110 ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇത് ചെയ്ത് നോക്കിയാൽ സോൾവ് ചെയ്ത് നോക്കുക. അപ്പോൾ ലാസ്റ്റ് ആൻസർ വരുമ്പോൾ എത്ര വരും? 92 ഡിവൈഡ് ബൈ 200 ഡിവൈഡ് ബൈ 100 9.1 ടൈംസ് അല്ലേ. 9.1 ടൈംസ് അല്ലേ. ARTR റേഷ്യോ എന്ന ഇതിൻ്റെ എത്ര വന്നു? 9.1 ടൈംസ്. അപ്പോൾ ഇതെന്താണ്? ഭയങ്കര എളുപ്പമാണ്. ജസ്റ്റ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോഴത്തേക്കില്ലേ ഈ ക്രെഡിറ്റ് സെയിൽസിൽ നമുക്ക് തന്നിരിക്കുന്ന നെറ്റ് ഫിഗർ ആണോ അതോ ടോട്ടൽ സെയിൽസ് ആണോ തന്നിരിക്കുന്നതെന്ന് നോക്കിയാൽ മാത്രം മതി. ഈ ഒരു ഏരിയയിൽ അങ്ങനെയൊക്കെയാണ് കൺഫ്യൂസ് ആകാൻ ചാൻസ് ഏറ്റവും കൂടുതലുള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. എ ഫേം അച്ചീവ്ഡ് എ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഫിഗർ ഓഫ് 1.5 million ഫോർ ദ ഇയർ. ഇറ്റ്സ് അക്കൗണ്ട് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ വാസ് 7.5. ഇഫ് ഇതിൽ നമുക്ക് ഡയറക്റ്റ് ARTR തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇഫ് അക്കൗണ്ട് റിസീവബിൾ ബാലൻസ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദ ഇയർ വാസ് 1.8, നമ്മൾ പറഞ്ഞിരിക്കുന്നത് എൻഡിലെ കണ്ടുപിടിക്കാനാണ്. ഓക്കെ, നിങ്ങളിത് സ്റ്റോപ്പ് ചെയ്തിട്ടൊന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. എളുപ്പമായിരിക്കും. ഒരു ചാലഞ്ചാണ്, ചെയ്ത് പെട്ടെന്ന് കണ്ടുപിടിച്ച് നോക്കും. സ്റ്റോപ്പ് ചെയ്ത് കണ്ടുപിടിച്ച് നോക്കും. ഞാൻ ചെയ്യാം. നിങ്ങൾക്ക് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിനകത്ത് എന്താ? നമുക്ക് ARTR റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം ചുമ്മാ ARTRനകത്ത് വെച്ച് നമുക്ക് ഈ ഫിഗർ കിട്ടുമോ നോക്കണം. ARTRനകത്ത് നമ്മൾ എന്താണ്? നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ അല്ലേ. ഇതിൽ നമുക്ക് ARTR എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 7.5 എന്ന് പറഞ്ഞിട്ടില്ല ക്വസ്റ്റ്യനിൽ? പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം എന്നിട്ട് മേളിൽ നെറ്റ് ക്രെഡിറ്റ് സെയിൽസും തന്നിട്ടുണ്ട്. 1.5 million തന്നിട്ടുണ്ട് അല്ലേ. ഇനി ഇവിടെ പൊതുവെ എന്താണ് വരാറ്? ഇവിടെ പൊതുവെ എന്താ വരാറ്? നമുക്ക് 1.8 നേരത്തെ ചെയ്ത പോലെ 1.8 പ്ലസ് ഈ എന്താണ് നമ്മുടെ ക്ലോസിങ് അറിയത്തില്ല, ക്ലോസിങ് X ആയിട്ട് എടുക്കാം, ഡിവൈഡ് ബൈ 2 എന്ന് പറഞ്ഞൊരു ഫിഗറിലേ വരുന്നത്. ഇങ്ങനെയല്ല വരുന്നത്. അപ്പോൾ ഇത് അറിയത്തില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് ചെയ്യാൻ പറ്റുമായിരിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്ത് ചെയ്യും? എന്ത് ചെയ്താൽ 7.15 അവിടെ കിട്ടും? ആലോചിക്കുക. നിങ്ങൾക്ക് ടൈം തരും. ആലോചിച്ചോ.
പോരട്ടെ, കിട്ടിയോ? പോരട്ടെ. കിട്ടിയോ? എന്താ കിട്ടിയേ? അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ സാധനം കണ്ടോ, നമുക്ക് ഇത് നേരെ മേളിലോട്ട് കയറ്റാം. ഈ ഒരു കേസിൽ നമുക്ക് എന്ത് ചെയ്യും, ഇതൊന്ന് ഇവിടെ ഇടാം. ഈ ഒരു കേസിൽ ഈ 180 മേളിലോട്ടില്ല, നമ്മൾ ഈ 7.5 താഴോട്ട് വരിക. 7.5 എങ്ങനെ അറൈവ് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി ഏറ്റവും വലിയ ട്രിക്ക് എന്നറിയാമോ? നേരെ ഈ 7.5 താഴോട്ട് വന്നാൽ മതി. മേളിൽ ഞാൻ ഒന്ന് റബ്ബ് ചെയ്തോട്ടെ. ഓക്കെ, ഈ ഒരു കേസിൽ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നമ്മൾ നേരത്തെ നമ്മൾ 7.5 എഴുതിയില്ലേ മേളിൽ, 7.5 എഴുതി, മേളിൽ പിന്നെ 1.5 മില്യൺ ഇത് എഴുതി, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് എഴുതി. നമുക്കറിയാത്ത എന്താണ്, നമുക്ക് ഓപ്പണിംഗ് അറിയാം, ക്ലോസിങ് അറിയത്തില്ല. ഈ ഒരു കേസിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, /2 ഈ ഒരു സാധനം ഇത് നേരെ മേളിലോട്ട് പോകും, എന്നിട്ട് ഈ 7.5 താഴോട്ട് വരും. അപ്പോൾ അങ്ങനെ വന്നാൽ എങ്ങനെ വരും? അങ്ങനെ വന്നു കഴിഞ്ഞാൽ വരുന്നത് എന്താ, നേരെ വരുന്നത് 180 + x / 2 എന്ന് പറഞ്ഞു വന്നു അല്ലേ? നമുക്ക് ഡയറക്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും, ഇത് 1.5 മില്യൺ / 2. ഇതല്ലേ ഇപ്പോൾ ഇതല്ലേ സ്ഥലം മാറുമ്പോൾ ഇങ്ങനെ വരുന്നത്, 2 അല്ല, / 0.75 അല്ലേ? ഡിവൈഡ് ചെയ്ത് നോക്കിയേ, 1.5 മില്യൺ / 0.5 ചെയ്ത് നോക്കിയേ, എത്ര വരുന്നത്? നിങ്ങൾക്ക് 200 കിട്ടി അല്ലേ? 200 കിട്ടി. ഇനി 180, ഇത് ജസ്റ്റ് നമുക്ക് ഇനി കാൽക്കുലേഷൻ ചെയ്യേണ്ട പോലെ ആവശ്യമില്ല, /2 അല്ലേ? ഇത് 180 ഓപ്പണിങ്ങിലും പ്ലസ് ക്ലോസിങ്ങിൻ്റെ അറിയത്തില്ല, /2 ഈ ഒരു സാധനം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ എത്രയാണ്? 200K എന്ന് കിട്ടി അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ ഫുൾ എക്സ് കണ്ടുപിടിക്കാൻ ഒന്നില്ല ഡയറക്റ്റ് ലോജിക്ക് വെച്ച് നമുക്ക് ആലോചിച്ചാൽ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി തന്നെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, ഈ താഴത്തെ 2ഉം ഈ സൈഡിൽ കഴിക്കുന്ന 200 കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എത്ര കിട്ടി? 400 കിട്ടിയില്ലേ? അപ്പോൾ എത്രയായി? 400 കിട്ടി. അപ്പോൾ എങ്ങനെ വരും അത് വരുമ്പോൾ 1.8 + x = 200 × 2, കാരണം ഡിവൈഡ് മേളിലോട്ട് പോകുമ്പോഴത്തേക്കും ഇതാകത്തില്ലേ, മൾട്ടിപ്ലിക്കേഷൻ ആകത്തില്ലേ? അപ്പോൾ എത്ര കിട്ടി? 180 + x = 400K. ഇനി x എത്ര കിട്ടും? 400K - 180 എത്ര വരും? 120. എത്ര കിട്ടി? 120. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇച്ചിരി ഒന്ന് ആലോചിക്കാനൊക്കെ ഉണ്ട്. ചിലപ്പോൾ ഒന്ന് കാൽക്കുലേഷൻ നമ്മൾ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇരിക്കും. അതാണ് നിങ്ങൾക്ക് ആദ്യമേ സമയം ഒന്ന് ചെയ്ത് നോക്കാൻ പറഞ്ഞത്. എത്ര പേർക്ക് ശരിയായി? എത്ര പേർക്ക് ശരിയായത്? റബ്ബ് ചെയ്യണ്ടായിരുന്നോ? റബ്ബ് ചെയ്യണ്ട. ഓക്കെ ശരി. അപ്പം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടോ, ഇതൊക്കെയാണ് നല്ലൊരു ക്വാളിറ്റി ക്വസ്റ്റ്യൻ. കുറേ പേർക്ക് തെറ്റിക്കും, നല്ല വെയിറ്റേജ് ഉള്ള മാർക്കായിരിക്കും അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ഇതൊക്കെ കഴിവതും നമുക്ക് സോൾവ് ചെയ്ത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഓപ്ഷൻസും കാണുമല്ലോ, നമ്മൾ തെറ്റിക്കാനുള്ള എല്ലാ ഓപ്ഷൻസും അതിനകത്ത് തന്നെ കാണും. അപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം. ഈ ഒരു ഇപ്പോൾ തിരിച്ചു വേണമെങ്കിൽ നമ്മളിപ്പോൾ തിരിച്ചിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും? ഇതിൻ്റെ ആവറേജ് എടുത്ത് നോക്കുക. 180 ഓപ്പണിങ്ങിനും 120 ക്ലോസിങ്ങിലും ഇട്ട് /2 200 ഒന്നില്ലേ? 200 / 1 എന്ന് വെച്ചാൽ 1.5 മില്യൺ നമ്മുടെ നെറ്റ് സെയിൽസും / 200 കൂടെ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വന്നു? 7.5. അങ്ങനെ ചെക്ക് ചെയ്യാം. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. തിരിച്ച് വന്ന വഴി നമ്മൾ നോർമലി ചെയ്യുന്ന വഴിയിൽ നിന്ന് നമ്മളൊന്ന് ഉൾട്ടാ പോയപ്പോഴാണ് ഇപ്പോൾ തെറ്റിപ്പോയത്. എല്ലാവർക്കും കുറേ പേർക്ക് തെറ്റിപ്പോയി കാണും. ഇത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഖ്യ എടുത്ത് മാറ്റി ആവറേജ് കളഞ്ഞു, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്താൽ ആൾക്കാരോട് നിന്ന് പോകും. അപ്പോൾ ഇത് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് ഇൻവെൻട്രി ടേൺ ഓവർ. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഒരു തിയറി നോക്കിയിട്ട് പോവാണ്. ഇതിൻ്റെ സെക്കൻഡ് ഇത് ഒരു പാർട്ട് 2 ഉണ്ട്, നമുക്കതിൽ ചെയ്യാൻ ബാക്കി. ഇത് ജസ്റ്റ് ഒന്ന് എന്താണ് ഇൻവെൻട്രി ടേൺ ഓവർ എന്നറിയാൻ വേണ്ടി. ഓക്കെ, സോ ഇൻവെൻട്രി ടേൺ ഓവർ
പേര് തന്നെ ഉണ്ട് ഇൻവെൻട്രി ടേൺ ഓവർ അല്ലേ, ഇൻവെൻട്രി എത്ര പ്രാവശ്യം ടേൺ ഓവർ ആകുന്നുണ്ട് അല്ലേ. മെഷേഴ്സ് ഹൗ മെനി ടൈംസ് എ കമ്പനി സെൽസ് ആൻഡ് റീപ്ലേസസ് ഇസ് ഇൻവെൻട്രി വിത്തിൻ എ സ്പെസിഫൈഡ്. നമ്മുടെ സാധനം അല്ലേ, കറണ്ട് അസറ്റ് ഇൻവെൻട്രി മേടിക്കുന്നു, അതിനെ വിൽക്കുന്നു, അടുത്ത ഇൻവെൻട്രി മേടിക്കുന്നു, അതിനെ വിൽക്കുന്നു, അടുത്ത ഇൻവെൻട്രി മേടിക്കുന്നു, അങ്ങനെയെല്ലാം നടക്കുന്ന ബിസിനസ്. അതിന് എത്ര ടൈം എടുത്തിട്ടാണ് അത് റീപ്ലേസ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. എ ഹയർ റേഷ്യോ ജനറലി സജസ്റ്റ് എഫിഷ്യൻറ്റ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ആൻഡ് സ്ട്രോങ് സെയിൽസ് വൈൽ എ ലോ മൈഡ് ഇൻഡിക്കേറ്റ്സ് ഓവർ സ്റ്റോക്കിംഗ് അല്ലേ. നമുക്ക് എത്രയും പെട്ടെന്ന് കറങ്ങി പോകുന്നതിൻ്റെ അർത്ഥം എന്താ, നല്ല ഡിമാൻഡുണ്ട് ഗുഡ്സിന്, നല്ല നമ്മളെന്താണ് കറക്റ്റ് ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് മേടിക്കുന്നത് മാത്രമേ ഉള്ളൂ, അത് കറക്റ്റ് മാർക്കറ്റിലോട്ട് ഇറങ്ങിയും പോകുന്നുണ്ട്. പക്ഷേ ഇത് നേരെ ഈ റേഷ്യോ തിരിച്ച് കുറവാണ് ആലോചിച്ച് നോക്കിയേ. നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സ്റ്റോക്ക് പൈലപ്പായി കിടക്കും അല്ലേ, വിറ്റ് പോകുന്നില്ല, മേടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, വിറ്റ് പോകുന്നില്ല, ഇല്ലെങ്കിൽ നമ്മുടെ സാധനത്തിന് ഡിമാൻഡ് കാണത്തില്ല മാർക്കറ്റിൽ. ഇതൊക്കെയാണ് ഓവർ സ്റ്റോക്കിൻ്റെ ഇല്ലെങ്കിൽ ബാഡ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോൻ്റെ ഒരു ബാഡ് സൈഡ്. അപ്പോൾ അതേപോലെ അതിൻ്റെ റേഷ്യോ ഉണ്ടോ, ഇതിൻ്റെ റേഷ്യോ വന്നപ്പോഴത്തേക്ക് എന്താ, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെൻട്രി. ഇതെല്ലാ റേഷ്യോൻ്റെ നമ്മൾ നേരത്തെ ARTR പഠിച്ചപ്പോഴും ഇവിടെ IRTR പഠിക്കുമ്പോഴും ശ്രദ്ധിച്ചോ, ARTRൻ്റെ മേളിൽ എന്തായിരുന്നു വന്നത്, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ്. എന്ത് നടക്കുമ്പോൾ ശ്രദ്ധിച്ചു നോക്കി, ARTR അല്ലേ, അക്കൗണ്ട് റിസീവബിൾ പറഞ്ഞെങ്കിൽ എന്ത് വേണം, സെയിൽസ് നടത്തണം. അപ്പോൾ എന്തായിരിക്കും റേഷ്യോയുടെ മേളിൽ, നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് അല്ലേ, അക്കൗണ്ട് റിസീവബിൾ ക്രെഡിറ്റ് കൊടുത്തോണ്ടല്ലേ അവർ വന്നിരിക്കുന്നത്. അപ്പം നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡ് ബൈ ആവറേജ് അക്കൗണ്ട് റിസീവബിൾ. അതേപോലെ ഇവിടെ എങ്ങനെ വന്നു, ITR ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. ITR ഇൻവെൻട്രി ആയിട്ട് എന്താ ബന്ധപ്പെട്ടുള്ള, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്, COGS അല്ലേ, COGS മേളിൽ വരും, അതിൻ്റെ ആവറേജ് താഴെ വരും. അങ്ങനെയൊക്കെ നമുക്ക് ലിങ്ക് ചെയ്ത് പഠിക്കാൻ പറ്റും കുറേ റേഷ്യോസ് ഒക്കെ. ഇത് ഇപ്പോൾ ഏകദേശം ഇവിടെ നമ്മൾ തിയറി സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇനിയിപ്പോൾ അടുത്ത പാർട്ട് 2 ബാക്കി ക്ലാസ്സസ് കാണാം. ശരി, താങ്ക് യു ഓൾ.